കുഞ്ഞുങ്ങളുടെ ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പല ദിവസങ്ങളിൽ ഇവിടെ വരികയും ഇതിലൊക്കെ നിങ്ങളൊക്കെ പല പരിപാടികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പുറകിലിരുന്ന് കാണാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായി. പലരെയും വീണ്ടും കാണാനൊക്കെ ഇടയായത് പല മുഖങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ചിലപ്പോൾ പേരുകൾ അങ്ങോട്ട് വേണ്ടത്ര കിട്ടുന്നില്ല, എങ്കിലും എല്ലാവരെയും വീണ്ടും കാണാനൊക്കെ ഇടയായത് ഓർത്ത് ഞാൻ ദൈവവും പാകം നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വേഗത്തിൽ നമ്മൾ കേട്ട ദൈവവചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് കരുതുന്നത്. പ്രാരംഭമായിട്ടൊരു വാക്യം വായിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എബ്രായർ 12:1. ഞാൻ പുറകിലിരുന്ന് കണ്ടപ്പോഴും ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഓഡിയൻസിൽ നിന്ന് തന്നെ പറയുന്ന വാക്യങ്ങളൊന്ന് വായിച്ചാൽ അത് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷന് ഇടയാകും. ഇവിടെ പക്ഷേ അങ്ങനെ കണ്ടില്ല. ഭാവിയിൽ നമ്മൾ ഈ നിലയിൽ യൂത്ത് മീറ്റിങ്ങുകൾ ക്രമീകരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് തന്നെ വാക്യങ്ങൾ വായിക്കുന്നത് ഒരു ശീലമാക്കിയാൽ സഭയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ പ്രസംഗം എന്ന് പറയുന്ന ഒരു വൺ വേ ട്രാഫിക് അല്ല, നിങ്ങളും ചിലത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ അന്യോന്യം കൂട്ടായ ഒരു പ്രോഗ്രാമായിട്ട് നമ്മുടെ സഭകളിലെ മീറ്റിങ്ങുകളിലെ വചന ശുശ്രൂഷയും ആക്കി തീർക്കാൻ കഴിയും. ഞാൻ ഓർത്തപ്പോൾ വേഗത്തിൽ അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അവിടെ നമ്മൾ കാണുന്ന ആ പരിചിതമായ ഭാഗം, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. കണ്ടോ, ഇവിടെ നമ്മുടെ തീം എന്താ? നമ്മുടെ യൗവനം കർത്താവിന് വേണ്ടി. ആർക്കാ വേഗത്തിൽ ഓടാൻ കഴിയുന്നത്? പ്രായമായി 85 വയസ്സായ ആളിനാണോ, 25 വയസ്സുള്ള ആളിനാണോ, 18 വയസ്സുള്ള ആളിനാണോ? തീർച്ചയായിട്ടും ചെറുപ്പക്കാർക്കാണ്, നിങ്ങൾക്കാണ് ഓടാൻ കഴിയുന്നത്. ഈ ഓട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. ഏതാ? 11-ാം അധ്യായം മുഴുവൻ, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം മുഴുവൻ അങ്ങനെ ഓടിത്തീർത്ത സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ 12-ാം അധ്യായം തുടങ്ങുമ്പം ആകയാൽ, ദെയർഫോർ എന്ന് പറയുമ്പോൾ ഈ 11-ൽ ഇത്രയും പേരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഓടി അവരുടെ ഓട്ടം മനോഹരമായിട്ട് പൂർത്തിയാക്കിയവരാണ്. അവരൊക്കെ അവരുടെ ചരിത്രങ്ങളിലൂടെ ഒക്കെ ഒരു വിഹക വീക്ഷണം നടത്തിയ ശേഷം ഇതാ എബ്രായ ലേഖനകാരൻ പറയുന്നു, അതുകൊണ്ട് ദെയർഫോർ നമ്മൾ എന്താ വേണം? നാമും ഈ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മളും ഓട്ടം പൂർത്തിയാക്കണം. മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി പൂർത്തിയാക്കണം. ഓട്ടം തുടങ്ങുന്നത് വളരെ നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പൊ തന്നെ ഓടി പകുതിയായിട്ട് ആ ഓട്ടം പൂർത്തിയാക്കാതെ ആ നിലയിൽ ഓട്ടക്കളത്തിൽ നിന്നും മടങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ പുറകോട്ട് നിന്നാൽ, അല്ലെങ്കിൽ ആ ഫിനിഷിംഗ് ലൈനിൽ ടച്ച് ചെയ്യാതിരുന്നാൽ ആ ആളിന് എന്തെങ്കിലും സമ്മാനം കിട്ടുമോ? ഇല്ല, ഓട്ടം പൂർത്തിയാക്കിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ, ചെറുപ്പക്കാരും കൂട്ടത്തിലുണ്ട്, അവരിൽ പലരും പകുതിയാകുമ്പോൾ നമ്മുടെ ഇന്ന ആൾ ഇപ്പോൾ എന്തി, അത് ബ്രദറെ അറിഞ്ഞില്ലേ, പുള്ളി ഇപ്പം വിട്ടുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ പുള്ളി അത് കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ വേറൊരു തലത്തിലേക്ക് പോയി. ഓട്ടം നല്ല തുടക്കമായിരുന്നു, പകുതി ദൂരത്തിൽ ഭംഗിയായിട്ട് ഓടി, പക്ഷേ ഫിനിഷിംഗ് ലൈനിൽ എത്തിയില്ല, ഓട്ടം പൂർത്തിയാക്കിയില്ല. അപ്പൊ ഇത് ഈ അടുത്തിടയിൽ എനിക്ക് എപ്പോഴും, പ്രത്യേകിച്ചും കർത്താവിൻ്റെ 2-ാം വരവ് വളരെ വാതുക്കലായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ
നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും ഈ ഓട്ടം പൂർത്തിയാക്കുന്നതിന് കൂടുതൽ ഒരു ഊന്നൽ നൽകണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത്രയും ദൂരം ഓടി, ശരിയാണ്, പക്ഷെ അത് പൂർത്തിയാക്കാതെ പോയാൽ എന്തൊരു വലിയ നഷ്ടമാണ്, എന്തൊരു വലിയ നഷ്ടമാണ്. ഫിനിഷിംഗ് ലൈനിൽ എത്തണം. കണ്ടോ? അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകാവുന്ന ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും ചിലപ്പോൾ സ്പീഡ് ഇത്ര കുറയുമായിരിക്കും, അല്ലെങ്കിൽ ആദ്യമുള്ള അത്രയും ഒരു തീവ്രതയോടെ ചിലപ്പോൾ കുറച്ച് ദൂരം പിന്നീട് അത്രയും തീവ്രതയോടെ ഓടുന്നില്ലായിരിക്കും. എങ്കിലും എങ്ങനെയും നമുക്ക് തന്നിട്ടുള്ള ആ ലൈനിൽ നമ്മൾ നമ്മുടെ ഓട്ടം ഫിനിഷ് ചെയ്യണം, ഓട്ടം പൂർത്തിയാക്കണം. ഈ ഓട്ടം ആക്കാതിരിക്കാനായിട്ടുള്ള രണ്ട് കാരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ രണ്ട് കാരണങ്ങൾ? ഇവിടെ നമ്മളിപ്പോൾ വായിച്ചു. എന്തൊക്കെയാ? ഒന്ന്, സകല ഭാരം. രണ്ട്, മുറുകെ പറ്റുന്ന പാപം. അപ്പോ ഈ ഓട്ടക്കളത്തിൽ നമ്മളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ നമ്മുടെ വിരുത് തെറ്റിച്ച് കളയുന്ന സാത്താന്റെ രണ്ട് ആയുധങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, പാപം. രണ്ട്, ഭാരം. ഈ രണ്ട് കെണികൾ ഒരുക്കി വെച്ച് നമ്മളെ ഓട്ടത്തിൽ നിന്ന് മാറ്റിക്കളയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ആ വാക്യത്തിൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നത് എന്താ? ഈ കെണിയിൽ പെടല്ലേ, നിങ്ങൾ എന്തോ ചെയ്യണം? ഓട്ടം സ്ഥിരതയോടെ പൂർത്തിയാക്കണം. ഓട്ടം ഓടുക. ഇതാണ് അവിടെ പറയുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഈ ഓട്ടം അത് വെച്ചതാരാ? നമ്മൾ വല്ലതും ആണോ? നമ്മുടെ ഈ ഓട്ടക്കളത്തിൽ നമ്മുടെ ഈ കോഴ്സ് നമ്മുടെ മുമ്പിൽ വെച്ചതാരാണ്? ദൈവം തന്നെയാണ് വെച്ചത്. ദൈവം വെച്ചതാണ് ഈ ഓട്ടക്കളത്തിൽ. അതുകൊണ്ട് നമ്മുടെ ഭാഗം നമ്മളത് പൂർത്തിയാക്കണം. ഇടയ്ക്ക് പാപത്തിൽ വീണോ, അല്ലെങ്കിൽ പാപത്തിൽ വീണെന്ന് വരാം, പക്ഷെ അതിൽപ്പെട്ട് വിഷമിച്ച് ദുഃഖിച്ച് നിരാശപ്പെട്ട് കുറ്റബോധത്തിൽപ്പെട്ട് അങ്ങനെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇന്നാർക്കും ഒക്കെ പറ്റുമായിരിക്കും, എന്നെ പോലെ ഒരാൾക്കൊന്നും പറ്റുകയില്ല. ഞാൻ ഒരു സഹോദരനോട് കൂടെ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ? അദ്ദേഹത്തിന് ചില വാക്കിലോ ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളിലോ ഒക്കെ തെറ്റുപറ്റും. ആ തെറ്റുപറ്റിയാൽ പിറ്റേ ആഴ്ച അദ്ദേഹത്തെ കാണുകയില്ല, അതിൻ്റെ അടുത്ത ആഴ്ച കാണുകയില്ല. നമ്മൾ അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോൾ പുള്ളി എപ്പോഴും പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യമുണ്ട്: ബ്രദറെ പോയി. എന്തോ പോയെന്നാ പറയും? എൻ്റെ എല്ലാം പോയി. ഇനി എന്താ? ഇനി എനിക്ക് രക്ഷയൊന്നുമില്ല. നമ്മൾ ഉടനെ 101 വാക്യങ്ങൾ എടുത്ത്, ബ്രദറെ അങ്ങനല്ല, അത് നമുക്ക് ഇപ്പോഴും ജീവനുണ്ടല്ലോ, ജീവനുള്ളിടത്ത് പ്രത്യാശയുണ്ട് എന്നെല്ലാം നമ്മൾ ഇദ്ദേഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നിരിക്കട്ടെ. അരമണിക്കൂർ പറഞ്ഞു. അദ്ദേഹം എല്ലാം നമ്മുടെ മുഖത്ത് നോക്കി എല്ലാം അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. നമുക്ക് ഉള്ളിൽ ഒരു സന്തോഷം വരിക, കേട്ടല്ലോ, അപ്പോൾ ഇദ്ദേഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കറിയാവുന്ന വാക്യങ്ങളെല്ലാം ഉദ്ധരിച്ച് ഇദ്ദേഹത്തെ ബോധവൽക്കരിച്ച് കഴിഞ്ഞ് ഇദ്ദേഹത്തോട് പിന്നെയും ചോദിക്കും, അപ്പോൾ ബ്രദറെ ഇപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ? അപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടി, ബ്രദറിനൊന്നും കുഴപ്പമില്ലായിരിക്കും, എൻ്റെ കാര്യം എനിക്കല്ലയോ അറിയാവുന്നത്. എൻ്റെ കാര്യം. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഭാരമെന്ന് പറയുന്നത് ഈ ഒരു കാര്യം. പാപം നമുക്കറിയാം. ഭാരമെന്ന് പറയുന്നത് പലർക്കും ഉള്ള ചില കുറ്റബോധം എന്ന് മാത്രമല്ല, നമ്മൾ അതിന് രണ്ട് വാക്കുകൾ പറയാറുണ്ട്. കുറ്റബോധം എന്നും പറയാറുണ്ട്. മലയാളത്തിൽ കുറ്റം വിധി, കണ്ടംനേഷന് ശരിക്കുള്ള മലയാളം കുറ്റം വിധി തന്നെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട്. കുറ്റം വിധിയും കുറ്റബോധവും തമ്മിലുള്ള വ്യത്യാസം എന്താ? കുറ്റബോധം ആവശ്യമാണ്. നമുക്കൊരു തെറ്റ് പറ്റിയാൽ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് തെറ്റുപറ്റി, ഓക്കെ. തെറ്റുപറ്റിയാൽ അത് തിരുത്തിയിട്ട് പിന്നെയും ഓട്ടം തുടരണം.
അതേസമയം കുറ്റം വിധിയിൽ വീണു പോയാലോ, കണ്ടംനേഷനിൽ വീണു പോയാലോ, അയ്യോ ഞാന് കഴിഞ്ഞ തവണയും ഇതേ കാര്യം തന്നെ ചെയ്തു, ഇത്തവണയും അതേ കാര്യം തന്നെ വന്നു, ഓ ഇന്നാർക്കും ഒക്കെ ഇതൊക്കെ പറ്റുമായിരിക്കും, എന്നെ കൊണ്ട് പറ്റുകയില്ല, ഞാൻ പണ്ടേ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഒരളവിൽ മനസ്സുകൊണ്ട് അങ്ങ് സ്വയം ഒരു നിരാശയിൽ പെട്ട് അതിൻ്റെ അടിമയായിട്ട് നിൽക്കുക. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എന്തിനാ വെറുതെ ഇനി ഇങ്ങനെ ഒരു നാടകം കളിക്കാം, പിന്നെയും വിശ്വാസിയാന്നും പറഞ്ഞിരിക്കുന്നു, എന്നാൽ പിന്നെ എൻ്റെ കൂട്ടുകാർ പോകുന്ന പോലെ ആകെപ്പാടെ കുറച്ച് ജീവിതമേ ഉള്ളൂ, ലോകത്തിലേക്ക് അങ്ങ് പൊക്കളയാം എന്ന് വിചാരിച്ച് അങ്ങനെ പോയാൽ എന്ത് പറ്റി? നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറ്റിയത്? ഓട്ടം പൂർത്തിയാക്കിയില്ല. ഭാരം അവനെ മുറുകെ പിടിച്ചു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും മൂലം അവന് ഓട്ടം പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങളൊക്കെ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെ കാലാകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരാണ്. കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുകയും സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു യൂത്ത് മീറ്റിങ്ങിലോ ഒക്കെ കർത്താവിനെ കുറിച്ച് കേട്ട് നിങ്ങളുടെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചവരാണ്. അങ്ങനെയുള്ള നിങ്ങൾ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇതിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായി ആണ് ഇപ്പോഴുള്ളവരുടെ കാലം കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ സത്യങ്ങളെ നിങ്ങളുടെ തലമുറയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള നിങ്ങളിൽ ഒരു വലിയ ഒരു സാധ്യതയുണ്ടെന്ന് നമ്മൾ കാണുന്നത് പോലെ ആരും കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്, അത് അറിയാം. പിന്നെ ഒരു ചങ്ങാതി കാണുന്നുണ്ട്. ആരാ? ആ പുള്ളി എന്തിനാ ചങ്ങാതി എന്ന് വിളിച്ചതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ആരാ? പിശാച്, സാത്താൻ. അവന് നമ്മളെ കാണുന്നുണ്ടെന്ന് തന്നെയല്ല, ഞാൻ പറയാൻ വന്നത്, പ്രായമായ ആളുകളെക്കാൾ ചെറുപ്പക്കാരെ കൂടുതൽ ടാർഗറ്റ് ചെയ്യും. കാരണം അവരിലാണ് ഭാവി ഇരിക്കുന്നത്. ഈ സത്യങ്ങൾ പുതിയ തലമുറയിലേക്ക് കൊണ്ടുപോകേണ്ട ഈ ഉത്തരവാദിത്വം നിങ്ങളുടെ മേലാണ് എന്നറിയാവുന്നത് കൊണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും പുറകോട്ട് പിടിക്കാനായിട്ട് അവൻ ശ്രമിക്കും. അവൻ്റെ കയ്യിലുള്ള 2 ആയുധങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കേട്ടത്. എന്തൊക്കെയാ? പാപം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. പാപമുണ്ട്. അതിനെ എന്താ പറഞ്ഞേക്കുന്നത്? മുറുകെ പറ്റുന്ന പാപം. ഒരിക്കല് ഒരു പാപം വന്നു, അതിനെ വിട്ടുകളഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും നമ്മളെ മുറുകെ പറ്റുന്ന ചിലര് ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഫേവറിറ്റ് സിൻ. അങ്ങനെ ഒരു സിന്നുണ്ടോ? ചിലരെ സംബന്ധിച്ച് ചില പാപങ്ങൾ പ്രിയപ്പെട്ട പാപങ്ങൾ പോലെ അവരെ കൂടുതൽ അവരെ വീഴ്ത്തിക്കളയുന്നു. അങ്ങനെയുള്ളതിനെയാണ് മുറുകെ പറ്റുന്ന പാപം. ഓക്കെ, അതുണ്ട്. അതുപോലെ തന്നെ സകല ഭാരവും. ഇത് രണ്ടും കൊണ്ട് ഇവരെ ഓട്ടം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഇവരെ പാതി വഴിക്ക് അവരുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് അവരെ മാറ്റിക്കളയുന്ന ഒരു തന്ത്രം പിശാച് ഉണ്ട്. ഈ അന്ത്യകാലത്ത് അവൻ അത് കൂടുതൽ സഭയിലുള്ള ചെറുപ്പക്കാരുടെ നേരെ പ്രയോഗിച്ചേക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളെ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. നിങ്ങൾ വിചാരിക്കും 3 ദിവസത്തെ കോൺഫറൻസിന് വന്നു, അവസാനം ആ അങ്കിൾ എണ്ണീറ്റ് ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയില്ല. തീർച്ചയായിട്ടും നമുക്ക് അതല്ല. എങ്കിലും നമ്മൾ നമുക്ക് വരാവുന്ന അപകടങ്ങളെ നമ്മൾ നേരിട്ട് കാണണം. കണ്ടാലേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ജാഗരൂകരായിട്ടിരിക്കാനൊക്കെ ഉള്ളൂ, നമുക്ക് ഗാർഡഡായിട്ടിരിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച്, ഈ അപകട സാധ്യതയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ പിശാചിന്റെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ആരുണ്ട്? നിങ്ങളെ ആരും കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ദൈവത്തിനൊരു പ്രവൃത്തി ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ വരവ് താമസമുണ്ടെങ്കിൽ വരുന്ന തലമുറയിലേക്ക് ഈ സത്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഈ സത്യങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളാണെന്ന് ആർക്കും അറിയാം. ദൈവത്തിനും അറിയാം. ദൈവത്തിനറിയാം.
അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിരാശപ്പെട്ടു പോകാനോ ഒരു കുറ്റം വിധിയിൽ വീണു പോകാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്താ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്താ? ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതാകുമ്പോൾ ഇതെന്താ? ഇത് വളരെ മനോഹരമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും വളരെ മനോഹരമായിരുന്നു. അപ്പൊ നമ്മൾ 1-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 1 വായിച്ച് നമ്മൾ സന്തോഷിച്ചിരിക്കുക. എന്താ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ആകാശം എത്ര മനോഹരമായിരുന്നിരിക്കും, ആ ഭൂമി എത്ര ചേതോഹരമായിരുന്നിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മൾ എന്നിട്ട് 1-ാമത്തെ വാക്യം വായിച്ചതിൻ്റെ സന്തോഷത്തിൽ എന്നാൽ ഇനി അടുത്ത വാക്യം വായിക്കാമെന്ന് വിചാരിച്ച് അടുത്ത വാക്യം വായിച്ചാൽ എന്താ? അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? ഉൽപ്പത്തി 1-ന്റെ 2 എന്താ പറയുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച ആകാശവും ഭൂമിയും എന്തായി തീർന്നു? പാഴും ശൂന്യവുമായി തീർന്നു. കണ്ടോ? പ്രതീക്ഷ പോലെ വന്നില്ല. ദൈവം എന്തിനാ ഇതിനെ സൃഷ്ടിച്ചത്? വളരെ മനോഹരമായിട്ടും ഭംഗിയായിട്ടും ഇതിനെ സൃഷ്ടിച്ചു. തീർച്ചയായിട്ടും ഇത് പാഴും ശൂന്യവുമായി പോകാനല്ല ദൈവം ഇതിനെ സൃഷ്ടിച്ചത്. പക്ഷേ ഇത് പാഴും ശൂന്യവുമായി പോയി എന്നാണ് ബൈബിളിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നു. തുടക്കത്തിൽ തന്നെ കാണുന്നു. ആരാ ഇതിനെ പാഴും ശൂന്യവുമാക്കിയത്? നമുക്കറിയാം, നിങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയ ആ ഒരു പ്രപഞ്ചം, ആ പ്രപഞ്ചം എങ്ങനെയാണ് പാഴായും ശൂന്യമായും തീർന്നത്? എങ്ങനെയാ? നമുക്കറിയാം. അത് ദൈവത്തിന്റെ പ്രധാന ദൂതനായിരുന്ന ഒരാളുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ പേര്? അരുണോദയപുത്രൻ ശുക്ര എന്നൊക്കെ പറയുന്നവൻ, ലൂസിഫർ എന്ന് പറയുന്ന ആ ചങ്ങാതി. അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിനെതിരെ ഒരു വിപ്ലവം നടത്തി. കുറെ ദൂതന്മാരെ കൂടെ കൂട്ടി. ആ നിലയില് ഈ പാപത്തിന്റെ ആ ഒരു മൂർത്തിമത് പാപമായിട്ട് താനെ മാറുന്ന ഒരു കാര്യമാണ് പ്രപഞ്ചത്തിൽ ആദ്യം നടന്നത്. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഒരു സൂചന കാണുന്നുണ്ട്. അതുപോലെ തന്നെ എസ്കേലിന്റെ പുസ്തകം 28-ന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും ഇത് കാണാം. ഇത് നിങ്ങൾ വിചാരിക്കും ഈ അങ്കിള് നല്ല ഓർമ്മശക്തിയുള്ള ആളായോണ്ട് കണ്ടോ, യെശയ്യാവ് 14, എസ്കേൽ 28 എന്നൊക്കെ പറയും. ഇതിനൊരു സൂത്രമുണ്ട്. 14-ന്റെ ഇരട്ടിയാണ് എന്ത്? നിങ്ങൾ എന്തേലും പറയുന്നേ? 28. അപ്പോ ഞാൻ ഇത് ഓർത്തിരിക്കാൻ ഇങ്ങനെയൊക്കെ ചില കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? വാക്യങ്ങൾ നമ്മൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്താനും ഒക്കെ ഈ നിലയിലൊക്കെ നമ്മൾ നമ്മുടെ ഓർമ്മയെ ആ നിലയിൽ സൂക്ഷിച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഞാനൊരു ആ നിലയിലൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നോക്കുക, യെശയ്യാവിന്റെ പുസ്തകം 14 നമ്മൾ ഈ പിശാച്, ലൂസിഫർ എന്ന് പറയുന്ന ആ ദൈവദൂതൻ പിശാചായി തീർന്നതിന്റെ കാര്യം നമ്മൾ കാണും. എസ്കേൽ 28-ലും നമ്മൾ ഈ കാര്യം കാണുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ഈ പ്രപഞ്ചം എന്തായിപ്പോയി? പാഴും ശൂന്യവുമായി പോയി. എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? പാഴായി പോയി എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചേ. അല്ലെ ശൂന്യമായി പോയി എന്ന് പറഞ്ഞായിരുന്നെങ്കിലും ഇനി രക്ഷയില്ല എന്ന് നമ്മൾ വിചാരിച്ചേനെ. പക്ഷെ ദൈവവചനം ഇത് രണ്ടും എടുത്ത് ഉപയോഗിച്ചേക്കുക. പാഴായും ശൂന്യമായും പോയെന്ന്. അപ്പൊ പിന്നെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇത് പിന്നെ എന്തോതിന് കൊള്ളാം? ദൈവം വലിയ കാര്യമായിട്ടുണ്ടാക്കിയ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയതാണ്. പക്ഷേ
ഈ ലൂസിഫർ പിശാചായി മാറിയതുമായി ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായ ആ പാപത്തിന്റെ സാന്നിധ്യത്തിന്റെ ഭാഗമായിട്ട് ഒക്കെ ഈ പ്രപഞ്ചം എന്തായി പോയി? പാഴും ശൂന്യവും ആയിത്തീർന്നു. അപ്പോൾ നമ്മൾ വലിയവരും വന്നെങ്കിൽ എന്താ വിചാരിക്കും? ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട് നല്ല മനോഹരമായ ഒരു ആകാശവും ഭൂമി ഉണ്ടാക്കിയതാണ്. ഈ ലൂസിഫർ കയറി ഇതെല്ലാം കുഴപ്പമാക്കി, പാഴായും ശൂന്യവുമായി പോയി. വെറും പാഴല്ല, വെറും ശൂന്യമല്ല, പാഴും ശൂന്യവുമായി പോയി. ഇനിയിപ്പം ഇത് കളഞ്ഞേക്കാം എന്നല്ലേ വിചാരിക്കേണ്ടത്? ആ വിചാരത്തോടെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത വാക്യം ഒന്ന് നോക്കുക. ഏതാ അതിൻ്റെ തൊട്ടടുത്ത വാക്യം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഈ പാഴും ശൂന്യവുമായി പോയ ഭൂമിയെ ദൈവം എന്ത് ചെയ്തില്ല? വിട്ടുകളഞ്ഞില്ല. പോട്ടെ, ഇനി ഇത് കൊള്ളുകയില്ല, ഇതിനെ വേണ്ട എന്ന് പറഞ്ഞ് ദൈവം അതിനെ ത്യജിച്ച് കളഞ്ഞില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വീണ്ടും നമ്മൾ ആ അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ, ഇങ്ങനെ പാഴും ശൂന്യവുമായ ആ ഭൂമിയെ തന്നെ ദൈവം വിട്ടുകളയാതെ അവിടുത്തെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടുന്ന് ഇറങ്ങി വന്ന് അവിടുത്തെ വചനം, പരിശുദ്ധാത്മാവും വചനത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഇതിനെ പുതുക്കി അങ്ങനെ 6-ാം ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നിങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം എന്താ അവിടെ കാണുന്നത്? ദൈവം 6-ാം ദിവസം ഇതുണ്ടാകട്ടെ എന്നെല്ലാം പറഞ്ഞ് ഇതിനെ വീണ്ടും പുതുക്കി കഴിഞ്ഞ് ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ദൈവം പിന്നെയും ഈ ആകാശത്തെയും ഭൂമിയും ഒക്കെ നോക്കിയിട്ട് എന്താ പറയുന്നത്? ദൈവം അതിനെ എത്രയും നല്ലത് എന്ന് കണ്ടു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് ബൈബിളിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞത് വീണ്ടും നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് ദൈവം മനോഹരമായിട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷെ ഈ പ്രപഞ്ചം ലൂസിഫറിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ മൂലം എന്തായി തീർന്നു? പാഴായും ശൂന്യവുമായും തീർന്നു. പക്ഷെ ഈ പാഴും ശൂന്യവുമായതിനെ ദൈവം വിട്ടുകളഞ്ഞില്ല. തൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. താൻ തന്നെ തൻ്റെ വാക്കുകൾ കൊണ്ട് ഇതിനെ പുനർസൃഷ്ടിച്ചു, ഇതിനെ വീണ്ടും മനോഹരമാക്കി. അങ്ങനെ ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തിലെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതാ നമ്മൾ കാണുന്നു, ദൈവം നോക്കിയപ്പം ഇത് എത്രയും നല്ലത് എന്ന് കണ്ടോ? ഈ വിശേഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ ബൈബിളിൽ നിലയിൽ ബൈബിള് അതിൻ്റെ അകത്തൊരു പിശുക്കൊന്നും കാണിക്കുന്നില്ല. ദൈവം വീണ്ടും ഇത് കണ്ടപ്പോൾ ഇത് നല്ലതെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു, മതിയായിരുന്നു. പക്ഷെ പറ്റുകയില്ല. എത്രയും നല്ലത്. നേരത്തെ പാഴായി ശൂന്യമായും എന്ന് പറഞ്ഞ് നെഗറ്റീവായ കാര്യങ്ങൾക്ക് 2 വിശേഷണം കൊടുത്തെങ്കിൽ ഇവിടെ പോസിറ്റീവായ കാര്യത്തിനും ഇതാ എത്രയും നല്ലത്. വെരി ഗുഡ്. ദൈവം തന്നെ വെരി ഗുഡ് എന്ന് കണ്ടപ്പോൾ അതെത്ര മനോഹരമായിരിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് തന്നെ 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ചിന്ത എന്താ? ദൈവം താൻ ഒരു കാര്യം സൃഷ്ടിച്ചെങ്കിൽ അതിന് ചില കുഴപ്പങ്ങൾ വന്നാലും ആ പാകപ്പിഴ തീർത്ത് അതിനെ വീണ്ടും മനോഹരമാക്കുന്ന രീതിയാണ് ദൈവത്തിനുള്ളത്. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും, അങ്കിൾ ഏതാണ്ട് ഒരു കാര്യം പറഞ്ഞേച്ച് ഒരു നിയമം അങ്ങ് സ്ഥാപിക്കാൻ പോവുകയാണോ? അത് പറ്റുകയില്ല. വേറെ വല്ല ഉദാഹരണം ഉണ്ടേ പറ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഉണ്ട്. അതേ നിങ്ങളുടെ മുഖഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർക്ക്, അടുത്ത അധ്യായങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? അടുത്ത അധ്യായത്തിൽ ദൈവം ഈ 6-ാമത്തെ ദിവസം കഴിഞ്ഞ്
7-ാം ദിവസം സ്വസ്ഥമായിട്ടിരുന്നു. എന്തുകൊണ്ടാ? 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അവന് തക്ക തുണയെ സൃഷ്ടിച്ചു കൊടുത്തു, അവൻ്റെ വാരിയെല്ലെടുത്ത്. ഇങ്ങനെ ഇവരെ ഈ പർദീസയിലാക്കി, ഏദൻ തോട്ടത്തിലാക്കി. നോക്കുക, വീണ്ടും മനുഷ്യ സൃഷ്ടി. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പ്രപഞ്ച സൃഷ്ടി. ആ പ്രപഞ്ച സൃഷ്ടി പാഴും ശൂന്യവുമായി പോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു, ദൈവവചനം അതിൻ്റെ മേൽ ക്രിയ ചെയ്തു, അതിനെ വീണ്ടും എത്രയും നല്ലത് ആക്കി തീർത്തു. ഓക്കെ, തുടർന്ന് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുക. മനുഷ്യ സൃഷ്ടിയിലും ഇത് തന്നെ ഉണ്ടായി. മനുഷ്യനെ, ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. എത്രയും നല്ലത്, കൊള്ളാം, അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷേ അവിടെയും എന്ത് സംഭവിക്കുന്നു? ഈ പിശാചായി മാറിയ ലൂസിഫർ അല്ലെങ്കിൽ സാത്താന് അവിടെ ചെന്നിട്ട് ഈ ആദിമ മാതാപിതാക്കളെ പാപം ചെയ്യിച്ച് അവരെ പാപത്തിൽ വീഴ്ത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കണ്ടോ? അതിന് ആദ്യം പ്രപഞ്ചം ആ നിലയിൽ പാഴും ശൂന്യവുമായി പോയി. ഇവിടെ ഇതാ, അത് കഴിഞ്ഞുണ്ടാക്കിയ മനുഷ്യനും പാപത്തിൽ വീണു, ദൈവം ആഗ്രഹിക്കാത്ത ഒരു തലത്തിലേക്ക് പോയി. പക്ഷെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചതേ മണ്ടത്തരമായി പോയി, ഇനി വേണ്ട എന്ന് പറഞ്ഞ് അവരെ എഴുതിത്തള്ളുന്ന ഒരു മനോഭാവമൊക്കെയാണ് നമുക്കുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ മനോഭാവം അതായിരുന്നോ? എന്താ നിങ്ങൾ കാണുന്നത്? അല്ല, അല്ല, അല്ല. തെറ്റിപ്പോയ മനുഷ്യൻ. പക്ഷെ ആ തെറ്റിപ്പോയ മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം. നമ്മൾ മനുഷ്യൻ വിലക്കപ്പെട്ട കനി തിന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ദൈവം ആ 3-ാം അധ്യായത്തിൽ തന്നെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം തന്നെ, അതിൻ്റെ 15-ാമത്തെ വാക്യം നോക്കുക. 15-ാമത്തെ വാക്യത്തിൽ ദൈവം ഇതിൽ ഇടപെട്ടിരുന്ന ഓരോരുത്തരെയായിട്ട് അവർക്ക് ശാപങ്ങൾ കൊടുക്കുക. ആദം ഹവ്വ പിശാചിനോട് പറയുക. എന്താ പറയുന്നത്? അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. നിങ്ങൾക്കറിയാം ഇതാരെക്കുറിച്ചാണ്? തീർച്ചയായിട്ടും പിശാചിന്റെ തല തകർത്തതാരാ? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതെപ്പോഴാ പറയുന്നത്? നോക്കുക, പിശാച് മാനവരാശിയെ അല്ലെങ്കിൽ ആദിമ മാതാപിതാക്കളെ തെറ്റിലേക്ക് വീഴ്ത്തിക്കളയുമ്പോൾ തന്നെ അതേ അധ്യായത്തിൽ തന്നെ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ഇവരെ തള്ളിക്കളയുന്നില്ല, ഇവരെ എഴുതിക്കൊള്ളുന്നില്ല, വേണ്ട ഇനി ഇവരുമായിട്ട് ഏർപ്പാടില്ല എന്ന് പറയുന്നില്ല. മറിച്ച് അവിടെ തന്നെ ആ വീണുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ വീണ്ടും അവരുടെ ജീവിതം മനോഹരമാക്കി തീർക്കാൻ ദൈവം പ്ലാൻ ചെയ്തിട്ട് പറയുന്നു, പിശാചേ, നിന്റെ തല അവൻ തകർക്കും. ആര്? കർത്താവ്. അവിടെ കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്യാൻ പോകുന്ന ആ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ മാനവരാശിയെ തിരിച്ചു വീണ്ടെടുക്കുന്ന കാര്യം അവിടെ തന്നെ പറയുന്നു. അതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ അവിടെ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം ഇതിനോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ലോകസ്ഥാപനം അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവർ എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, ദയവായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. എന്താ ഈ പറഞ്ഞത്? കുഞ്ഞാട് എന്താ ചെയ്തത്? കർത്താവായ കുഞ്ഞാട് അറുക്കപ്പെട്ടതെന്നാ വിചാരം? കാൽവരി ക്രൂശില് BC കഴിഞ്ഞ് AD തുടങ്ങുന്ന കാലഘട്ടത്തിൽ കർത്താവ് വന്ന് കാൽവരി ക്രൂശിൽ അറുക്കപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇവിടെ കണ്ടോ, വെളിപ്പാട് 13:8 പറയുന്നത് എന്താ? ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു. എന്തുകൊണ്ടാ ലോക സ്ഥാപനം മുതൽ ദൈവദൃഷ്ടിയിൽ തന്റെ പുത്രന്റെ അങ്ങനെ അറുക്കപ്പെട്ടവനായിട്ട് നിൽക്കേണ്ടി വന്നത്? കാരണം ആ ലോക സൃഷ്ടിയിൽ തന്നെ മാനവരാശിയെ തെറ്റിച്ചു കളഞ്ഞു. ആ തെറ്റിന് അന്നേരം തന്നെ നോക്കുക, ഈ മാനവരാശിയെ എഴുതി തള്ളാതെ അവരെ വീണ്ടും രക്ഷയിലേക്കും ദൈവിക സംസർഗത്തിലേക്കും വെളിച്ചത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി അവിടുന്ന് തൻ്റെ പുത്രനെ നിയോഗിക്കുന്നത് അവിടെ തന്നെ കാണുന്നു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തില് യോഹന്നാൻ പറയുക കുഞ്ഞാട് എന്നാ അറുക്കപ്പെട്ടു?
ലോക സ്ഥാപനത്തിൽ തന്നെ അറുക്കപ്പെട്ടു. ദൈവത്തിന്റെ പദ്ധതികൾ എത്ര എത്ര പ്രത്യേകതയുള്ളതാണ്. യെശയ്യാവ് ആ കാര്യം പറയുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി എന്താ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും ഉയർന്നിരിക്കുന്നു എന്ന് ദൈവം അവിടെ പറയുക. ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്താ? ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ രണ്ടിടത്തും നമ്മൾ പറഞ്ഞു, പ്രപഞ്ചത്തെക്കുറിച്ചായാലും മാനവരാശിയെക്കുറിച്ചായാലും രണ്ടു കൂട്ടരും തെറ്റിപ്പോയപ്പോ രണ്ടുപേരെയും നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഉപേക്ഷിച്ച് കളഞ്ഞേനെ. പക്ഷെ ദൈവം ഉപേക്ഷിച്ചില്ല. ദൈവം അവിടെ തന്നെ, അവര് വീണുപോയിടത്ത് തന്നെ, അവര് പാപത്തിൽ വീണുപോയിടത്ത്, അല്ലെങ്കിൽ ഇരുട്ടിൽ വീണുപോയിടത്ത്, അവിടെ തന്നെ വെളിച്ചത്തിന്റെ പുതിയ വാതിൽ തുറക്കുകയാണ്. പ്രപഞ്ചത്തിന് അങ്ങനെ ഉണ്ടാക്കി. താന് എന്ത് ചെയ്തു? ആ പ്രപഞ്ചത്തെ അവിടെ തന്നെ നമ്മൾ കാണുന്നു. അതിനെ എന്താക്കി തീർത്തു? ദൈവം പരിവർത്തിച്ചു. അവസാനം 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വന്നപ്പം ഏറ്റവും നല്ലതെന്ന് ദൈവം കാണത്തക്കവണ്ണം അതിനെ പുനഃസൃഷ്ടിച്ചു. മാനവരാശിയെ സംബന്ധിച്ചോ അത് തന്നെ ചെയ്തു. എത്രയും ഭംഗിയായിട്ട് അത് ചെയ്തു. അതവിടെ തന്നെ, ആ പിശാചിനെ ശപിക്കുന്നിടത്ത് തന്നെ അതിന്റെ സൂചന കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 13:8 നമ്മൾ കണ്ടു, ലോകസ്ഥാപനം മുതൽ തന്നെ അറുക്കപ്പെട്ടു. കണ്ടോ? വീണു പോയിടത്ത് തന്നെ, ഇരുട്ടിലേക്ക് വീണിടത്ത് തന്നെ വെളിച്ചത്തിന്റെ വാതില് ദൈവം തുറന്നു. ഞാൻ ഇതൊക്കെ എന്തിനാ പറഞ്ഞു വന്നത്? ദൈവത്തിന്റെ പ്രവർത്തികളും വിചാരങ്ങളും ഒക്കെ എത്രയും അത്ഭുതകരമാണെന്നൊക്കെ ഈ പറഞ്ഞു വന്നത് എന്തിനു വേണ്ടിയാ? പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഈ നിലയിലുള്ള പരാജയങ്ങൾ വന്നാൽ നമ്മളെ എഴുതി തള്ളിയേക്കാം. ഇനി ശരിയാവുകയില്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ദൈവം അങ്ങനല്ല കാണുന്നത്. ദൈവം എന്ത് ചെയ്യും? വീണുപോയതിനെ വീണ്ടും പണിയും. ദൈവം വീണ്ടും അവിടെ വെളിച്ചത്തിന്റെ വാതിൽ തുറക്കും. ദൈവം നമ്മുടെ ജീവിതത്തിലും ഇതേ കാര്യം തന്നെ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകത്തിലൂടെ ദൈവം പറയുന്നു, മനുഷ്യരെ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളും എന്താ? പലപ്പോഴും നിരാശാജനകമാണ്, വിട്ടുകളയുന്നതാണ്, ഉപേക്ഷിക്കുന്നതാണ്, കുറ്റം വിധിയുടേതാണ്, നിരാശയുടേതാണ്. പക്ഷെ ദൈവത്തിൽ അങ്ങനെയുള്ള നെഗറ്റീവായ കാര്യമില്ല. ദൈവം എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. ദൈവം എന്താ? വീണ്ടും പ്രത്യാശ, വീണ്ടും പ്രതീക്ഷ, വീണ്ടും അംഗീകാരം, വീണ്ടും സ്നേഹം, വീണ്ടും കൈപിടിച്ചുയർത്തുന്നത്. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം, ബൈബിളിന്റെ തുടക്കം മുതൽ അത് കാണുന്നു. ഒടുക്കം വരെ നമുക്കത് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ മുറുകെ പറ്റുന്ന ഒരു പാപമോ ഒരു ഭാരമോ വെച്ചിട്ട് നിരാശപ്പെട്ടും കുറ്റം വിധിയിലും പിന്മാറിപ്പോകാൻ ഹൃദയത്തിൽ നിന്ന് തന്നെ അങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, നിങ്ങളുടെ ഈ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ദൈവം വീണ്ടും ഒരു തുടക്കം തരുന്ന ദൈവമാണ്. ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. ദൈവം കാരുണ്യവാനാണ്. ദൈവം സ്നേഹവാനാണ്. പോസിറ്റീവായ കാര്യങ്ങളെ തന്നിലുള്ളൂ. നിരാശപ്പെടണ്ട. ദൈവത്തിന്റെ ഈ സ്വഭാവം മനസ്സിലാക്കി ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ മതി. ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ വളരെ ആഴത്തിൽ വേരൂന്നണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളൊക്കെ ഇനിയും പല പല ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലേക്കൊക്കെ പോകും. പലപ്പോഴും നിങ്ങളെ നിരാശപ്പെടുത്താവുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാം. മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ ഒരു നിരാശയിലോ
കുറ്റം വിധിയിലോ വീണുപോയാലും അതിൻ്റെ അടിമയായി പോകാതെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് കുടഞ്ഞെണ്ണീറ്റ്, ഓ ദൈവം ഇങ്ങനെയല്ല, ദൈവത്തിൻ്റെ സ്വഭാവം ഇതല്ല, ദൈവം പ്രത്യാശയുടെ ദൈവമാണ്, ദൈവം കരുണയുടെ ദൈവമാണ്, ദൈവത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരും എന്നുള്ള നിലയിൽ നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് പോകണം. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞല്ലോ 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാ? പാപം. പാപം സംഭവിച്ചാൽ എന്താ വേണ്ടത്? രക്ഷിക്കപ്പെട്ട സഭയിലായിരിക്കുന്ന യൂത്ത് മീറ്റിങ്ങിലൊക്കെ സജീവമായിരിക്കുന്ന നമുക്കൊരു പാപം സംഭവിച്ചാൽ എന്താ വേണ്ടതെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. നമുക്ക് ഒരു തെറ്റ് പറ്റിയാൽ നമ്മുടെ പാപത്തിൻ്റെ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മാത്രമല്ല കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. രക്ഷയ്ക്ക് ശേഷവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞാൽ അവിടെ എന്താ? 1 യോഹന്നാൻ 1:9 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. കണ്ടോ? അല്ലാതെ ഒരു പാപം സംഭവിച്ചു, അല്ലെങ്കിൽ ആ പാപത്തിൽ തന്നെ 2-3 വട്ടം വീണുപോയി, അത് ജീവിതത്തിന്റെ അവസാനമല്ല. അതിനൊരു പോംവഴി ദൈവം ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. എന്താ? കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മോനെ നിങ്ങളുടെ പാപങ്ങളുടെ എല്ലാം പരിഹാരത്തിന്, അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാപം മാത്രമല്ല, രക്ഷയ്ക്ക് ശേഷവും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്ന പാപങ്ങൾ. പക്ഷെ അതിനെ ലഘുവായിട്ട് കാണരുത്, അതിനെ ഏറ്റുപറയണമെങ്കിൽ എന്ത് വേണം? പാപത്തെ പാപമെന്ന് സമ്മതിക്കണം. അല്ലാതെ പാപത്തിന് വേറെ മനോഹരമായ പേരുകളൊന്നും കൊടുക്കരുത്. അത് ബ്രദറെ, എനിക്കൊരു ബലഹീനത. കൊള്ളാം. എന്തോന്നാ പറഞ്ഞേ? ബലഹീനത. ബലഹീനത എന്നുള്ള വാക്ക് നമ്മുടെ ഡിക്ഷണറിയിലില്ല. എന്താ അതിന് പറയേണ്ടത്? എനിക്കൊരു പാപം സംഭവിച്ചു, പാപത്തെ പാപമെന്ന് വിളിക്കുക. അല്ലാതെ അതിനെ ഒരു നോട്ടക്കുറവ് സംഭവിച്ചു, ഒരു ബലഹീനത സംഭവിച്ചു, അങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിൽ ഞാനൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഇടപെടേണ്ടതായിട്ട് വന്നോ എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി വാക്കുകളെ കൂട്ടുപിടിച്ച് പാപത്തെ ആ നിലയിൽ ലഘൂകരിക്കല്ലേ. പാപത്തെ പാപമെന്ന് തന്നെ കാണുക. എന്നിട്ട് ആ പാപത്തെ ദൈവത്തോട് ഏറ്റുപറയുക. ദൈവം എന്തോ ചെയ്യും? പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ, നിങ്ങൾ ആ വാക്യം നോക്കുക. ആ വാക്യത്തില് വേറെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? പാപം ഏറ്റു പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ സഭാവോളിന് ചുറ്റുപാടും 12 വട്ടം ഉരുണ്ടാൽ നിങ്ങളുടെ പാപം ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില ജാതികളായ ആളുകളൊക്കെ അവരുടെ പാപത്തിന്റെ പരിഹാരത്തിനൊക്കെ അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു 10,000 രൂപ സമ്പാദിച്ച് യെരുശലേം വരെ പോയി അവിടെ ചെന്ന് പുണ്യസ്ഥലമൊക്കെ കണ്ടേച്ചു വന്നാൽ അപ്പോൾ പാപം ഏറ്റു പറയണം, പുണ്യസ്ഥലം സന്ദർശിക്കുകയും ചെയ്യണം. ഇങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? നിങ്ങൾ ആ വാക്യം എടുത്ത് നോക്ക്. ഇല്ല. പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ ഫിനിഷ്. അല്ലാതെ അതിൻ്റെ കൂടെ നെഞ്ചത്തടിച്ചുകൊണ്ട് 4 ദിവസം ഇങ്ങനെ അയ്യോ വിഷമിച്ചിരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിത് പാപത്തെ ലഘുവായിട്ട് കാണാനുള്ള ഒരു ലൈസൻസായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ല. പക്ഷേ ചെറുപ്പക്കാരെ പലരെയും അവരോട് ഇടപെടുമ്പം അവരുടെ കുറ്റം വിധി കാണുമ്പോൾ ഈ ഒരു സാധ്യത ദൈവം തുറന്നു തന്നിരിക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അതിൽ ദുഃഖിച്ച് അടുത്ത ഒരു 6 മാസം നെഞ്ചത്തടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാനൊന്നും ദൈവത്തിന് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ആകെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? പാവങ്ങളെ ഏറ്റുപറഞ്ഞാൽ മതി, കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. അല്ലാതെ നമ്മളെ തന്നെ പഴിച്ചും ദുഃഖിച്ചും വിഷമിച്ചും മീറ്റിങ്ങുകൾക്ക് പോകാതെ ഒക്കെ അങ്ങനെ ഒരു സ്വയം ശിക്ഷണം നമ്മൾ നടത്തണ്ട. സ്വയം നമ്മളെ തന്നെ ശിക്ഷിക്കണ്ട. ദൈവം നോക്കുക, പ്രത്യാശയുടെ വാതിലായിട്ട് ദൈവം ഈ കാര്യങ്ങൾ തുറന്നു തന്നിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഒരു പോസിറ്റീവായ ആംഗിളിനെ നിങ്ങൾ എടുക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. ഇതൊരു ലൈസൻസായിട്ട് എടുക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. അപ്പോൾ പാപത്തിൻ്റെ കാര്യങ്ങൾ ആ നിലയിൽ ക്രമീകരിക്കുക. ഭാരം
പലവട്ടം തോറ്റു, ഇനി ഞാൻ നന്നാകുകയില്ല എന്നുള്ള ഒരു സ്വയനിന്ദ, അല്ലെങ്കിൽ ഈ വഴി അങ്ങ് ഉപേക്ഷിച്ചാലോ. ഒരു ചെറുപ്പക്കാരൻ അങ്ങളെ ഉപേക്ഷിച്ചേച്ച് പോകും, പക്ഷേ ഈ അപ്പനും അമ്മയും ഉള്ളതുകൊണ്ട് അവരുടെ കാലം ഒന്ന് കഴിഞ്ഞോട്ട്, അതുവരെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്നേച്ച് അവരുടെ കണ്ണടഞ്ഞാൽ ഞാൻ ഇതിട്ടേച്ചു. എന്താ പാപമാണോ? പാപമേറ്റു പറഞ്ഞു, പാപമേറ്റു പറഞ്ഞു. പക്ഷെ പിന്നെയും ഭാരം ആ ഭാരം പിശാചു കൊണ്ടുവരുന്നതാണ്. നമ്മൾ അത് ഏറ്റെടുക്കണ്ട. എത്രയോ പേരെ ഈ ക്രിസ്തീയ പോർക്കളത്തിൽ വീഴിച്ചു കളഞ്ഞ ഒരു കാര്യമാണ് ഈ ഭാരം. അതുകൊണ്ട് ആ നിലയിലുള്ള ഭാരം, മുറുകെ പറ്റുന്ന പാപം, സകല ഭാരം, ഇവ വിട്ടുകളയണം. ഇവിടെ ഒരു ദൈവപ്രമാണം കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ദൈവം ഒരിക്കലും എന്തെങ്കിലും നന്നായിട്ട് സൃഷ്ടിച്ചത് പാഴായി ശൂന്യമായിട്ട് പോയാൽ അതിനെ ഉപേക്ഷിച്ച് കളയുകയില്ല, അതിനെ വീണ്ടും നന്നാക്കി എടുക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണുന്നത് ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം നോക്കുക. അവിടെ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ അവിടെ ഇതാ 2 കുരുടന്മാർ കർത്താവിനെ കാണുന്ന ഭാഗം. അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ. 9-ന്റെ 27 മുതൽ. യേശു നടന്നു പോകുമ്പോൾ 2 കുരുടന്മാർ പറഞ്ഞു, യേശുവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ. അപ്പോ ഇവരോട് കർത്താവ് എങ്ങനെ ഇടപെട്ടത്? കർത്താവ് പറഞ്ഞു, ഞാൻ ഇത് ചെയ്തു തരാൻ, അതായത് നിങ്ങളുടെ ആ അന്ധമായ കണ്ണുകൾ തുറന്നു തരാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. ഉടനെ അവരെന്ത് പറഞ്ഞു? ഉവ്വ് കർത്താവേ. 28-ാം വാക്യം. ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അവനപ്പോൾ അവരുടെ കണ്ണ് തൊട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഒരു ദൈവദാസൻ സാഗ്ഡറ, അദ്ദേഹം തൻ്റെ ഒരു പുസ്തകത്തിൽ ഈ നിലയിൽ എഴുതിയിട്ടുണ്ട്. ഈ 2 അന്ധന്മാർ അവരോട് എന്താ പറഞ്ഞത്? കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. അല്ലാതെ ദൈവം എന്ത് ചെയ്തില്ല, എന്തോ ആണ് നിങ്ങളുടെ വിശ്വാസം എന്ന് ഇരുന്നാലും ഞാൻ നിങ്ങളുടെ കണ്ണ് 2 തുറന്നു തരാമെന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ 2 പേരുടെയും 2 കണ്ണും തുറന്നു. ഈ ദൈവദാസൻ പറഞ്ഞേക്കുന്നത് നമുക്കൊന്ന് സങ്കല്പിക്കുക. ഈ കുരുടന്മാര് 2 പേരും വിചാരിച്ചു, ഏതായാലും ഞങ്ങളുടെ 2 കണ്ണും പൊട്ടിപ്പോയി. ഇനിയിപ്പം എത്ര ദിവ്യനാണെന്ന് പറഞ്ഞാലും 2 കണ്ണും തുറന്നു തരാനൊന്നും കഴിവ് കാണുകയില്ല. കൂടിപ്പോയാൽ 1 കണ്ണ് തുറക്കുമായിരിക്കും എന്ന് വിശ്വസിച്ചാണ് ഇവർ ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചത് എന്ന് സങ്കല്പിക്കുക. സങ്കല്പമാണ്. അങ്ങനെ സങ്കല്പിച്ച് അവര് ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. അവരുടെ വിശ്വാസം എന്തായിരുന്നു? നമ്മുടെ ഈ ഭാവനയിൽ നമ്മൾ എന്താ കണ്ടത്? അവരുടെ വിശ്വാസം കർത്താവിന് എന്തൊക്കെ കഷ്ടപ്പെട്ടാലും 1 കണ്ണ് തുറക്കാനുള്ള ശക്തിയേ ഉള്ളൂ എന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവരുടെ ഓരോ കണ്ണേ തുറക്കുള്ളായിരുന്നു. കാരണം എന്താ പറഞ്ഞത്? നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. എന്നാൽ ഇവിടെ കണ്ടോ അത്ഭുതം? ഈ 2 പേരും വിശ്വസിച്ചത് എന്താ? അവരുടെ 2 കണ്ണും തുറക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും എന്ന് അവർ വിശ്വസിച്ചത് കൊണ്ട് അവരുടെ 2 കണ്ണുകളും തുറന്നു. പക്ഷെ അവിടെ ഒരു പ്രമാണം എന്താ? അവിടുത്തെ പ്രമാണം എന്താണ്? നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളും ഈ ഭാരത്തിൽപ്പെട്ടിരിക്കാതെ വിശ്വസിക്കുക. ദൈവത്തിന് ഞാൻ പലപ്പെട്ട വിധേ തെറ്റിൽ തന്നെ വീണുപോയി. പക്ഷെ ഞാൻ ഒരു സ്വയനിന്ദയിലോ കുറ്റം വിധിയിലോ വീണുപോയി. സ്വയം ഇതിൽ നിന്ന് ഉപേക്ഷിച്ച് പോകണം എന്നിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കാതെ, തീർച്ചയായിട്ടും ദൈവം സ്നേഹവാനാണ്, സ്നേഹനിധിയാണ്. അവിടുന്ന്
എന്നെക്കുറിച്ച് പോസിറ്റീവായതാണ് ആഗ്രഹിക്കുന്നത് എന്ന് കണ്ട് ദൈവത്തിന് എന്നെ പൂർണ്ണമായിട്ട് വിടുവിക്കാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ എന്തോ സംഭവിക്കും? നമ്മുടെ വിശ്വാസം പോലെ സംഭവിക്കും. കണ്ടോ, നമ്മുടെ വിശ്വാസം എത്ര പ്രധാനമാണ്. നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മളെ അവിടെ ചില അത്ഭുതങ്ങൾ കാത്തിരിക്കും എന്നൊക്കെ ചില വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. ചില വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അങ്ങ് നിരാശയിൽ വീണുപോയി, ഭാരത്തിൽ വീണുപോയി, ഇനി എന്നെ നന്നാക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞ് ഈ കാര്യം അങ്ങ് ഉപേക്ഷിച്ച് ലോകത്തിലേക്ക് അങ്ങ് പോയി എന്നിരിക്കട്ടെ. അങ്ങനെ നിങ്ങളാരും ഉണ്ടാകരുത്. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഇനി ഞാൻ നന്നാകുകയില്ല എന്ന് വിചാരിച്ച് ഈ വഴി വിട്ടിട്ട് അങ്ങ് പോയി എന്നിരിക്കട്ടെ. എന്നാൽ നമ്മൾ നിത്യതയിൽ അങ്ങനെ പോയി അവസാനം നമ്മുടെ ജീവിതം അവസാനിച്ച് നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ വേറൊരാളെ കാണുന്നു, നിങ്ങളുടെ കൂട്ടുകാരനെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിയെ കാണുന്നു. അവളുടെ അനുഭവം നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്നത്. അവരെന്തായിരുന്നു? നിങ്ങളെക്കാളും വലിയ വലിയ തെറ്റുകൾ ചെയ്തവരായിരുന്നു, നിങ്ങളെക്കാളും പാപത്തിന്റെ ആഴത്തിൽ വീണു പോയവരായിരുന്നു. പക്ഷെ അവര് സ്വർഗത്തിൽ കർത്താവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. നിങ്ങൾ നരകത്തിൽ തള്ളപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ കർത്താവിന്റെ വലത്ത് ഭാഗത്ത് അവനിരിക്കുന്നു, അവളിരിക്കുന്നു. അയ്യോ, എങ്ങനെ എന്താണ് ആ ഡിഫറൻസ് കൊണ്ടുവന്നത്? അവനും അവളും നിങ്ങളെക്കാൾ തെറ്റിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ആ തെറ്റിൽ പെട്ട് അവര് നിരാശപ്പെട്ടോ കുറ്റം വിധിയിലോ വീണു പോകാതെ അവരെന്ത് വിചാരിച്ചു? ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയും, ദൈവത്തിന്റെ എന്നവര് ദൈവത്തിന്റെ കഴിവിൽ അവര് വിശ്വസിച്ചു. അവർ ദൈവത്തിന്റെ അടുത്ത് ചെന്നു. ദൈവം എന്ത് ചെയ്തു? അവരുടെ വിശ്വാസം പോലെ അവരെ അതിൽ നിന്ന് വിടുവിച്ചു. ഇന്നിതാ കർത്താവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അന്നേരം നമ്മൾ ദുഃഖിക്കാനിടയാകരുത്. അയ്യോ, എന്നെക്കാളും കുഴപ്പം പിടിച്ച ആളുകൾക്ക് പോലും ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാ സ്വർഗത്തിൽ പറുദീസയിൽ കർത്താവിന്റെ വലത്തു ഭാഗത്തിരിക്കാൻ ഞാനിതാ ഇവിടെ നരകത്തിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വലിയ അന്ധകാരത്തിൽ ആ നിലയിൽ അതിവേദന അനുഭവിക്കുന്നു. എന്താ ഞങ്ങളെ തമ്മിൽ ഈ വലിയ നിത്യതയിൽ രണ്ട് തരത്തിലുള്ള വ്യത്യാസം കൊണ്ടുവന്നത് എന്തുകൊണ്ടാ? ആകപ്പാടെ അവരൊരു കാര്യമേ ചെയ്തുള്ളൂ. അവര് നിരാശപ്പെട്ടു പോയില്ല, കുറ്റം വിധിയിൽ വീണുപോയില്ല. അവർക്കും തെറ്റുകളുണ്ടായി. പക്ഷെ ആ തെറ്റുകളുടെ മധ്യത്തിലും അവർ ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിച്ചു. ദൈവത്തിന് എൻ്റെ കണ്ണ് തുറന്നു തരാൻ കഴിയും. രണ്ട് കണ്ണും പൊട്ടിയിരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കുഴപ്പം പിടിച്ച കാര്യം തന്നെയാണ്. സ്റ്റിൽ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നവര് വിശ്വസിച്ചു. അവര് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. നിങ്ങൾ നിരാശയിലേക്ക് തിരിഞ്ഞു. അത് നിത്യതയിൽ വലിയ വ്യത്യാസമുണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. നമുക്ക് ഒത്തിരി പേരുടെ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മുടിയൻ പുത്രൻ എന്താ? മുടിയൻ പുത്രന് വേണമെങ്കിൽ നിരാശപ്പെട്ടു പോകായിരുന്നു. എന്തൊക്കെ അവൻ ചെയ്തത്? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അവന് എല്ലാം നാനാവിധമാക്കി, വെളി പറയാൻ കൊള്ളാത്ത ഒരു ജീവിതമാണ് ജീവിച്ചത്. ഇതൊക്കെ ചെയ്തെങ്കിലും തൻ്റെ പിതാവിൻ്റെ കരുണയിൽ അവന് വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 15-18 നോക്കുക. അവിടെ അവൻ എടുക്കുന്ന ഒരു തീരുമാനമാണ് കാര്യങ്ങളെ വ്യത്യാസമാക്കിയത്. എന്താ തീരുമാനം? ഞാന് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും എന്നവൻ പറയുന്നു. അപ്പൻ്റെ അടുക്കൽ ചെല്ലും എന്ന്. അതാണ് കാര്യങ്ങളെ വ്യത്യാസമാക്കിയത്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിലയിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. നിരാശപ്പെട്ടു പോകരുത്. നിരാശ പിശാചിന്റെ ആയുധമാണ്. വിശ്വാസം പോലെ നിങ്ങളെ വിമോചിപ്പിച്ച് കർത്താവ് കൊണ്ടുവരും. കാര്യങ്ങളാണ് ബൈബിളിൽ ഉടനീളം എത്ര പേരുടെ അനുഭവം നമുക്ക് കാണാൻ കഴിയും. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞവനാണ്.
അത് എന്താ പറഞ്ഞേക്കുന്നത്? പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. എന്തെല്ലാം കുഴപ്പത്തിൽ പെട്ടു. പക്ഷേ പത്രോസ് ഇന്നലെയാ എന്താ കാര്യങ്ങൾ വ്യത്യാസമാക്കിയത്? വേണമെങ്കിൽ നമുക്ക് അതൊക്കെ എടുത്ത് സംസാരിക്കാം, പക്ഷേ സമയ ചുരുക്കം മൂലം ഞാൻ അതിന് തയ്യാറാകുന്നില്ല. എന്താ കാര്യങ്ങൾ വ്യത്യാസമാക്കിയത്? അവൻ പാപത്തിന്റെ ആഴത്തിൽ വീണു പോയിട്ടും എൻ്റെ ദൈവം കരുണയുള്ളവനാണ്, അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നിൽ ഒരു പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി ചെയ്തിട്ട് അഥവാ ഞാൻ എൻ്റെ ജീവിതത്തെ പാഴും ശൂന്യവും ആക്കി തീർത്താലും അവിടുന്ന് എന്നെ ഉപേക്ഷിക്കുകയില്ല, അവിടുന്ന് അതിനെ വീണ്ടും പുനർസൃഷ്ടിക്കുന്ന ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലും കരുണയിലും വിശ്വസിച്ചു. അതുകൊണ്ട് വിശ്വാസം പോലെ അവൻ ഭവിച്ചു. ഇന്ന് കത്തോലിക്കാ സഭയൊക്കെ പത്രോസ് സഭയെ പണിയുന്നു എന്നൊക്കെ നോക്കുക. ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാന സ്ഥാനത്ത് ഒന്നാമൻ പത്രോസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥാനത്ത് ആരാ? ഈ ഒന്നാമനെ കാണാൻ നമ്മൾ ബൈബിളൊക്കെ ഒന്ന് വായിക്കുമ്പോൾ എന്താ പുള്ളിയുടെ അനുഭവങ്ങൾ? ഏതായാലും നമുക്ക് അത്രത്തോളം വന്നില്ലല്ലോ. അതുകൊണ്ട് നിരാശപ്പെടല്ലേ. ബൈബിളിൽ പലയിടത്ത് കർത്താവ് ഈ കാര്യം പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമുക്കിപ്പോൾ വായിക്കാൻ സമയമില്ല. വെളിപ്പാട് പുസ്തകം ക്ഷമിക്കണം, മത്തായി എഴുതിയ സുവിശേഷം 20-ന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പല കാല സമയത്ത് പുലർച്ചെ ചെന്ന് ദൈവത്തിന്റെ വയലില് വേല ചെയ്തവർ. വേറെ ചിലർ എത്ര മണിക്ക് ചെന്നു? 9 മണിക്ക് ചെന്നു. രാവിലെ 6 മണിക്ക് ചെന്നവരുണ്ട്, രാവിലെ 9 മണിക്ക് ചെന്നവരുണ്ട്, ഉച്ചയ്ക്ക് 12 മണിക്ക് ചെയ്യുന്നവരുണ്ട്, വൈകുന്നേരം 3 മണിക്ക് ചെന്നവരുണ്ട്. അതിനേക്കാളും ഭയങ്കരം വൈകുന്നേരം 5 മണിക്ക് ചിലർ ചെന്നു. 5 മണിക്ക് ചിലർ ചെന്നു. എത്ര വരെ ഉള്ളൂ? 6 മണി വരെ ഉള്ളൂ. 1 മണിക്കൂറേ അവർ ജോലി ചെയ്തുള്ളൂ. 5 മണിക്ക് ചെയ്തു എന്ന് വെച്ചാൽ നോക്കുക, ആ ദിവസത്തിന്റെ 12 വിഭജിച്ചാൽ 12-ന്റെ 11 ഭാഗവും അവർ വൃഥാവാക്കി കളഞ്ഞു. 12-ന്റെ 1 ഭാഗം മാത്രം. പകൽ 12 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൻ്റെ 1 മണിക്കൂർ മാത്രമേ അവർ ദൈവത്തിനായിട്ട് വേല ചെയ്തുള്ളൂ. പക്ഷെ അവർക്കും എന്തോ കിട്ടി? രാവിലെ മുതൽ അധ്വാനിച്ചവരുടെ അതേ പ്രതിഫലം, 1 വെള്ളിക്കാശി കിട്ടി. 1 വെള്ളിക്കാശി കിട്ടി. ആ ഉപമയാണ് അവിടെ പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ വൈകുന്നേരം 5 മണിക്ക് ചെന്നവരോട് ഉപമിച്ച് ചിന്തിക്കാം. പലവട്ടം തോറ്റുപോയി. അവസാനം ആകപ്പാടെ ജീവിതത്തിൽ 1 മണിക്കൂർ മാത്രമേ, നമ്മുടെ ജീവിതത്തിന്റെ 12 വിഭജിച്ചാൽ അതിന്റെ 11 ഭാഗവും നമ്മൾ വൃഥാവാക്കി കളഞ്ഞു. 12-ന്റെ 1 ഭാഗം മാത്രമേ ദൈവത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ചുള്ളൂ. സ്റ്റിൽ ദൈവത്തിന്റെ കരുണ കണ്ടോ? അവസാനം പ്രതിഫലം കൊടുക്കാൻ നേരത്ത് അവനും എന്തുണ്ട്? 1 വെള്ളിക്കാശുണ്ട്. ഈ ഉപമയൊക്കെ എന്തിനാ പറഞ്ഞത്? നമ്മളെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ്. കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് നിരാശപ്പെടല്ലേ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ വെറുതെ കളഞ്ഞു, ഇനിയിപ്പോൾ എന്തോ ഉള്ളത്, ഓട്ടെ, ഇതും വേണ്ട. അങ്ങനെ ഒരു നിഷേധാത്മകമായ മനോഭാവത്തിൽ അഭിരമിക്കരുത്. ഇനിയും 1 മണിക്കൂറേ ഉള്ളെങ്കിൽ 1 മണിക്കൂർ കർത്താവിൻ്റെ അടുത്തേക്ക് അനുതാപത്തോടെ വരിക. നിന്റെ ഭാരവും പാപവും തള്ളിക്കളഞ്ഞ് കർത്താവിനെ മുറുകെ പിടിക്കുക. കർത്താവ് നിന്നെ തള്ളിക്കളയുകയില്ല. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. നിനക്കും 1 വെള്ളിക്കാശി കിട്ടും. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. യിരെമ്യാവിന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 18-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതും നമ്മൾ നോക്കുക. യിരെമ്യാവിനോട് പറഞ്ഞു, യിരെമ്യാവേ, നീ കുശവന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. കുശവൻ എന്ന് പറഞ്ഞാൽ എന്താ? കളിമണ്ണ് കൊണ്ട് കലങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കുന്നവന്. അപ്പോൾ യിരെമ്യാവ് പോയി കുശവന്റെ വീട്ടിൽ ചെന്ന് ഇതൊന്നും നോക്കി നിന്നപ്പോൾ കുശവന് വളരെ മനോഹരമായിട്ട് മണ്ണുകൊണ്ട് നല്ലൊരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളാണ് ആ പാത്രമെന്ന് ചിന്തിക്കുക. ദൈവം നമ്മളെ ഏറ്റവും മനോഹരമായിട്ട് ഒരു പാത്രമാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവിടെ നമ്മൾ കാണുന്നു, ആ കളിമണ്ണ് ആ കുശവന്റെ കയ്യില് ചീത്തയായിപ്പോയി. ആ പാത്രം ചീത്തയായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റി, നമ്മൾ കുറ്റവിധിയിൽ വീണുപോയി, നമുക്ക് ഭാരങ്ങൾ വന്നു, ഇനിയിപ്പോൾ ശരിയാകുകയില്ല എന്നായിരിക്കും ആ പാത്രം ചിന്തിച്ചത്. പക്ഷെ കുശവൻ എന്തോ ചെയ്തു?
ആ ചീത്തയായി പോയ പാത്രത്തെ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം അതിനെ ഉടച്ച് വേറൊരു മനോഹരമായ പാത്രമാക്കി തീർത്തു. നോക്ക്, ഒരു കലം ഉണ്ടാക്കാനായിരിക്കും കുശവൻ തുനിഞ്ഞത്. കലം ഉണ്ടാക്കിയാൽ എത്രയോ പേർക്ക് അതിൻ്റെ അകത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ അത് കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും അതിനെ കളഞ്ഞില്ല, ഉപേക്ഷിച്ചില്ല. ഉപേക്ഷിക്കാതെ അതിനെ മനോഹരമായ മറ്റൊരു പാത്രം, ഒരു ഫ്ലവർ വേസ് ആക്കി കുശവന്റെ വീടിന്റെ മേശപ്പുറത്ത് വെച്ചു എന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നത്, ഈ പാത്രം ആരാ? നമ്മളാ. നമുക്ക് ഒരു പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച ആദ്യത്തെ അനുഭവത്തിലേക്ക് വരാൻ പറ്റിയെന്ന് വരികയില്ല ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ. പക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ ഈ കുശവൻ എന്ത് ചെയ്തു? ഈ കുശവൻ ആ പാത്രത്തെ ഉടച്ച് ആ കളിമണ്ണ് കൊണ്ട് തന്നെ വേറൊരു മനോഹരമായ പാത്രം ഉണ്ടാക്കി. ഇതെല്ലാം നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെട്ടു പോകല്ലേ. അവിടെ തന്നെ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അതിൻ്റെ 18-ന്റെ 5-6 വാക്യങ്ങൾ അവിടെ നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ? ദൈവം ഇരമ്യാവിനോട് ചോദിക്കുക. ഇസ്രായേൽ മക്കളെ പ്രതിദാനം ചെയ്യുന്ന ഇരമ്യാവിനോട് ചോദിക്കുക, ഇസ്രായേൽ മക്കളായ നിങ്ങൾ ഒത്തിരി തെറ്റ് ചെയ്തു, ഒത്തിരി കുഴപ്പങ്ങൾ കാണിച്ചു, നിങ്ങൾ ചീത്തയായി പോയി. കുശവന്റെ കയ്യിൽ ആ പാത്രം ചീത്തയായി പോയതുപോലെ നിങ്ങൾ ചീത്തയായി പോയി. പക്ഷെ കുശവൻ അത് ആ മണ്ണിനെ കളഞ്ഞില്ല, ആ പാത്രത്തെ ഉപേക്ഷിച്ചില്ല, ആ പാത്രത്തെ ഉടച്ചു വാർത്തു മനോഹരമായ ഒരു ഫ്ലവർ വേസ് ആക്കി തീർത്തു. എന്നിട്ട് പറയുന്നു, ഈ കുശവൻ ഇതിനോട് ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോടും ചെയ്യുവാൻ കഴിയുകയില്ലയോ? അതിൻ്റെ അർത്ഥം എന്താ? ചെയ്യാൻ കഴിയും. ചീത്തയായി പോയാലും നന്നാക്കാൻ ദൈവത്തിന് കഴിയും. എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ കുശവന്റെ കയ്യിലെ ഇണങ്ങിയ കളിമണ്ണായിട്ട് ഇരുന്നു കൊടുത്താൽ മതി. ആ കയ്യിൽ നിന്ന് ചാടിപ്പോകാതിരുന്നാൽ മതി. അവന് വിധേയപ്പെട്ടു കൊടുത്താൽ മതി. എന്നിൽ ഒരു നല്ല പ്രവൃത്തി ഇനിയും ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം പോലെ നമുക്ക് ഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്യം വായിക്കാൻ പറഞ്ഞത്. ഇരമ്യാവ് 18-ന്റെ 5-6 വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്നുള്ളത്. നിങ്ങൾ വീട്ടിൽ പോയി ഒരു കടലാസിൽ എഴുതുമ്പം എനിക്ക് നിങ്ങളോട് എന്നുള്ളിടത്ത് നിങ്ങളോടെന്നുള്ളത് ചേർക്കണ്ട, അവിടെ കുത്തുകൾ ഇട്ടാൽ മതി. ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് ഡാഷ് 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 ഡാഷിനോട് ചെയ്യുവാൻ കഴിയുകയില്ലേ? എന്നിട്ട് ആ ഡാഷ് വിശ്വാസത്തിൽ പൂരിപ്പിക്കുക. എന്തോ പൂരിപ്പിക്കേണ്ടത്? അവിടെ നിങ്ങളുടെ പേര് എഴുതുക. ജോസഫ്, വത്സമ്മ, എന്താ നിങ്ങളുടെ പേരെന്ന് വെച്ചാൽ അത് അവിടെ എഴുതുക. ഈ കുശവന് ഈ പാത്രത്തോട് ചെയ്തതുപോലെ എനിക്ക് വത്സമ്മേ, മോളെ, നിന്നോട് എനിക്ക് ചെയ്യാൻ കഴിയില്ലേ? മോനെ ജോസഫെ, നിന്നോട് എനിക്ക് ചെയ്യാൻ കഴിയില്ലേ? മറുപടി എന്താ? ചെയ്യാൻ കഴിയും കർത്താവേ, ചെയ്യാൻ കഴിയും. ഞാൻ നിന്റെ കയ്യിലെ ഇണങ്ങിയ ആ നിലയിലുള്ള ആ കളിമണ്ണായിട്ടിരുന്ന് തന്നാൽ മതി. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടല്ലേ. നിരാശയുടെ മാർഗമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിനെ സുവിശേഷം എന്ന് പറയുന്നത്, സുവാർത്ത. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ 195-ാമത്തെ പാട്ടിന് നമ്മൾ ഇവിടെ കണ്ടോ? അതിൻ്റെ 2-ാമത്തെ സ്റ്റാൻസ, വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്ത്. വലിയ ഭാരവും പ്രയാസവുമാണ്. അതായത് എന്നെ കൊണ്ട് പറ്റുകയില്ല അങ്ങനെയുള്ള ഭാരവും പ്രയാസവും നേരിടുന്ന നേരത്തും എൻ്റെ ചാരവേ, ഞാൻ ആരെ കാണണം? എൻ്റെ സ്നേഹസഖിയായിട്ട് എൻ്റെ കർത്താവിനെ കാണണം. ഈ ലോകത്തിലെ കൂട്ടുകാരോ സഭയപ്പെട്ടവരോ ഒന്നും ചിലപ്പോൾ എൻ്റെ കൂടെ നിന്നില്ലെന്നിരിക്കും. ഈ ലോകസഖികളെല്ലാം മാറിപ്പോയാലും എൻ്റെ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ല എനിക്കാരും എന്നാണ് ആ പാട്ട് പറയുന്നത്. 195-ാമത്തെ ആ പാട്ടിൻ്റെ നമ്മളെ തന്നെ സമർപ്പിച്ച് പാടുകയാണ്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല.
നിങ്ങളുടെ മുമ്പിൽ ഇനിയും വളരെ വർഷങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി. നിങ്ങൾ ഈ പഴയ തലമുറയൊക്കെ ലോകം വിട്ടുപോയാലും നിങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ പോയി, നിങ്ങളുടെ മുതിർന്ന സഹോദരന്മാർ പോയി, നിങ്ങൾ പിന്നെയും നിൽക്കുക. മുന്നോട്ട് പോകുമ്പോഴൊക്കെ പിശാച് എന്തോ ചെയ്യും? നിങ്ങളുടെ യൗവനം കർത്താവിന് വേണ്ടി നൽകാൻ അവൻ താല്പര്യപ്പെടുകയില്ല. നിങ്ങളുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്താൻ അവൻ ശ്രമിക്കും. ഭാരത്തിലും പാപത്തിലും വീഴ്ത്തിക്കളയാൻ ശ്രമിക്കും. അങ്ങനെ വീഴ്ത്തിക്കളഞ്ഞ് നിങ്ങളെ നിരാശയിൽ തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഈ കാര്യം ഓർക്കുക: വൻഭാരങ്ങൾ, പ്രയാസങ്ങൾ നേരിടുന്ന നേരത്തും എനിക്ക് അങ്ങോട്ട് നോക്കാൻ ഒക്കും? ശരിയാണ് കർത്താവേ, ഞാൻ തന്നെ ഈ പാത്രം ചീത്തയാക്കി കളഞ്ഞത് ഞാൻ തന്നെയാണ്. പകലിൽ ഇത്രയും 12 മണിക്കൂർ ഉണ്ടായിട്ടും 11 മണിക്കൂറും ലോകത്തിൻ്റെ പുറകെ പോയത് ഞാൻ തന്നെ. പക്ഷേ അവിടുന്ന് എനിക്കൊരു വെള്ളിക്കാശ് തരും. അവിടുന്ന് എന്നെ മനോഹരമായ ഫ്ലവർ വൈസ് ആക്കി തീർക്കും. കർത്താവേ, അവിടുന്ന് എൻ്റെ വിശ്വാസം പോലെ എന്നെ മാറ്റും. അവിടുന്ന് ഈ പ്രപഞ്ചത്തെ, ചീത്തയായിപ്പോയ പ്രപഞ്ചത്തെ തള്ളിക്കളഞ്ഞില്ല. വീണുപോയ മാനവരാശിയെ ഉപേക്ഷിച്ചില്ല. അവരിൽ വീണ്ടും ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ, എൻ്റെ അപ്പ, ഇതൊരു ബന്ധമാണ്, നീ അത് ചെയ്യും. ഈ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ. ഈ വരികൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഏറ്റെടുക്കുക. കർത്താവിനോട് പറയുക, മുൻപിലുള്ള നാളുകൾ, കർത്താവേ, എന്തെല്ലാം സംഭവിച്ചാലും നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് നീ എന്നെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. എനിക്കൊരു വെള്ളിക്കാശ് തന്നെ തരും. എന്നെ മനോഹരമായ ഫ്ലവർ വൈസ് ആക്കി തീർക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. നിന്റെ നന്മയിൽ വിശ്വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വഭാവം ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത് മാറത്തില്ല. നമുക്കറിയാമല്ലോ. വെളിപ്പാട് പുസ്തകം, എബ്രായർ 13:8 നമ്മളത് കാണുന്നു. യേശു ക്രിസ്തു എന്താ? മാറ്റമില്ലാത്തവനാ, അനന്യനാ. അന്ന് ദൈവം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നും ദൈവം തോറ്റുപോയതിനെ തള്ളിക്കളയുകയില്ല. പ്രൊവൈഡഡ് നമ്മൾ താഴ്മയോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരണം. വൻഭാരങ്ങൾ, പ്രയാസങ്ങൾ നേരിടും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയ ഈ എല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷകായ ദൈവമേ, നീ അല്ലാതില്ലാരോ. എന്നേശു മാത്രം മതി എനിക്കേതു. എന്നേശു മാത്രം മതി എനിക്കേതു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതെ, അവിടുന്ന് ഞങ്ങളുടെ പിതാവാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നാലും ബന്ധം മാറാതെ അവിടുന്ന് ഞങ്ങളെ സ്നേഹത്തിൽ വഴി നടത്തുന്ന ഞങ്ങളുടെ പിതാവാണ്. അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ നന്മയിൽ ഞങ്ങളുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകണം. കർത്താവേ, ഭാരങ്ങളെ തള്ളിക്കളഞ്ഞ്, ഹല്ലേലൂയ, 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 നിരാശപ്പെടാതെ, കുറ്റം വിധിയിൽ വീണു പോകാതെ, കർത്താവേ, ദൈവമേ, ഈ വിശ്വാസ ജീവിതം ഉപേക്ഷിച്ചു പോകാതെ പിന്നെയും അങ്ങേ മുറുകെ പിടിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ആൺകുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം, പെൺകുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ വരവ് താമസിച്ചാൽ അവരാണ് ഇവരാണ് കർത്താവേ ഈ സത്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങൾ മുതിർന്ന തലമുറയ്ക്കുണ്ടായതിനേക്കാൾ കൂടുതൽ പോരാട്ടങ്ങളിലും പരീക്ഷണങ്ങളിലും കൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വരും.
കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അവിടുത്തെ വചനത്താൽ, അവിടുത്തെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു, അവിടുത്തെ വചനം സംസാരിച്ചു. ആ പാഴും ശൂന്യവുമായി പോയ പ്രപഞ്ചത്തെ വീണ്ടും മനോഹരമാക്കി തീർത്തതുപോലെ കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെയും അവിടുത്തെ വചനത്തിൻ്റെയും അങ്ങയുടെയും ശക്തിയിൽ ഈ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവെ ഭാവിയിൽ നിലനിർത്തിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് അവരെ ഒരാളെ പോലും പിന്നോട്ട് കൊണ്ടുപോകാനിടയാകാതെ, ഒരാളെ പോലും നിരാശയിൽ തളച്ചു കളയാനിടയാകാതെ, ഒരാളെ പോലും കർത്താവെ ഓട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനിടയാകാതെ, കർത്താവെ അങ്ങിലുള്ള വിശ്വാസത്തിൽ അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ അവർക്കെല്ലാവർക്കും അവിടുന്ന് കൃപ കൊടുക്കണേ. വൻഭാരങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാലും അങ്ങേ ചാരത്ത് കാണാൻ, സമീപത്ത് കാണാൻ, സ്നേഹസഖിയായിട്ട് കാണാൻ കർത്താവെ ഞങ്ങൾക്കെല്ലാം അവിടുന്ന് കൃപ തരണം. എൻ്റെ രക്ഷക, എൻ്റെ ദൈവമേ, അവിടുന്ന് അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. അവിടുന്ന് മതി. മറ്റാരുമില്ലെങ്കിലും അവിടുന്ന് മതി. ആ നിലയിൽ അങ്ങിൽ പൂർണ്ണ സമർപ്പണത്തോടെ കർത്താവെ ഈ കോൺഫറൻസ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെയും അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയാക്കണേ. കർത്താവെ, തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള ഞങ്ങളുടെ സഭകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവാക്കളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലമാനവും മഹത്വം അവിടുത്തേക്ക് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.